ഈ നീറ്റ് വിഷയത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യം ഒന്നാകുമ്പോൾ നേരത്തെ സംസാരിച്ച പോലെ രാജ്യം ഒന്നാകെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കുവാനും ഭരണകൂടത്തെ തന്നെ മാറ്റിമറിക്കാനും പറ്റുന്ന ഒരു വിഷയമാണത്. പക്ഷെ എന്നിട്ടും ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയോ ഇപ്പൊ നമ്മൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ളവർക്കോ ഒന്നിനും സാധിക്കുന്നില്ല. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് പ്രതിപക്ഷം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയും പ്രാദേശിക പാർട്ടികൾ മാത്രമായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പൊ ഇതൊരു ഭരണകൂട ഭീകരതയിലേക്ക് നമ്മൾ കൊണ്ടുപോകില്ലേ? ഇത് ഒരു ഭയങ്കര ഒരു പ്രശ്നത്തിലേക്കല്ലേ നമ്മൾ പോകുന്നത്? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിഷൻ എന്നുള്ളതിൻ്റെ സ്പേസ് വളരെ കൂടുതലാണ്. നമ്മൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകേണ്ടത് ഒരു ഓപ്പോസിഷൻ മൈൻഡ് സെറ്റാണ്. കാരണം ഗവൺമെൻറ് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ അതിനെ സംശയത്തോടെ കാണുക, അത് നല്ലതാണോ അല്ലയോ, അവർക്ക് താല്പര്യമുള്ള ഒരാളിനെ കേറ്റർ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങളാണോ, എല്ലാവരുടെയും ലാർജർ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വലിയൊരു അളവ് വരെ അത് തന്നെയാണ് ചെയ്യുന്നത്. എപ്പോഴും ഒരു പ്രതിപക്ഷ സ്വഭാവം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസ് വളരെ റെലവൻ്റാണ്. ആ സ്പേസിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ക്യാപ്ചർ ചെയ്യുകയും അതിനെ കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ഏബിൾ ഓപ്പോസിഷനായിട്ട് വളരാം. ചില ഗ്രൗണ്ട്സ് ഉണ്ട്. ഇപ്പം BJP വളരെ മോശമായിട്ടുള്ള ഭരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും തുടർന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി ഒരു സെക്കൻഡ് ചോയ്സ് ആരാണെന്ന് വെച്ചാൽ അവരിലേക്ക് പോകും. നിലവിൽ അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ല. അപ്പോൾ ആ സമയത്ത് BJP ഫെയിൽ ചെയ്യുന്നു എന്ന് തോന്നുന്ന ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടോ, ഏതൊക്കെ ഇഷ്യൂസ് ഉണ്ടോ, അതിനെ ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. അതവർ ചെയ്യുന്നില്ല. പകരം അവരെല്ലായ്പ്പോഴും ചെയ്യുന്നത് എന്താണ്? ഹിന്ദുത്വയെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഐഡിയോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെതിരെയുള്ള സമരം, ഇവരുടെ സാഫ്രണൈസേഷനാണ്, അതിനെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നെടുങ്കൻ പ്രസംഗം നടത്തും. ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ഈ ഒരു വിഷയത്തിന്, ഇപ്പോൾ ഈ NTA വിഷയം, ഈ നീറ്റ് വിഷയം, അതൊരു ഐഡിയോളജി വിഷയമല്ലല്ലോ, അതൊരു സിസ്റ്റത്തിൻ്റെ സിസ്റ്റമിക് ഫെയിലിയറാണ്. ആ ഫെയിലിയർ ഒരു തവണയല്ല. ഒരു തവണയാണെങ്കിൽ പ്രോബ്ലി യു വിൽ ഗിവ് എൻ എക്സ്ക്യൂസ്. ഇതത് പറ്റില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇത് ഇവിടെയുള്ള യൂത്തിൻ്റെ ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഏറ്റെടുത്ത് അതിനെ ചാനലൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആൾക്കാർക്ക് കഴിയുന്നില്ല. ഇതിൻ്റെ എല്ലാം പ്രശ്നമായിട്ട് ഞാൻ കരുതുന്നത് ഓരോ പാർട്ടിയിലും അതൊരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് നേരിടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് നോക്കിയാൽ ഒരു മാസം മുമ്പായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ തൃണമൂൽ കോൺഗ്രസ് എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്പേസിലാണ് നിന്നിരുന്നത്. ഇന്നോ അത് ശിഥിലമാവുകയാണ്. മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ മാത്രം ആവശ്യമാണ് TMC എന്നൊരു പാർട്ടി ഉണ്ടാവുക എന്ന രീതിയിലത്തേക്ക് മാറിയത്. മറ്റുള്ള ആൾക്കാർക്ക് പാർട്ടി സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ അതിന് കുഴപ്പമില്ല. 80 MLA-മാരുണ്ടെങ്കിൽ ബംഗാളിൽ അതിൽ 60 പേർക്ക് ഇവർ പുറത്താക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് പിന്തുണ കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. 28 ലോക്സഭാ MP-മാരുണ്ട്. 20 പേരിപ്പോൾ BJP-യിലേക്ക് പോകും എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടുത്തെ SS റേ ഉണ്ട്, എനിക്ക് പേഴ്സണലി അറിയാവുന്ന രാജ്യസഭാ MP-യാണ്. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു, ഇതാ നോക്കൂ, നമ്മൾ ഈ രാജ്യസഭയിലേക്കും ചിലപ്പോൾ ഈ ഒരു മാറ്റം ഉണ്ടായേക്കാം. എന്ന് വെച്ചാൽ രാജ്യസഭയിൽ അവർക്ക് 12 13 MP-മാരെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ആൾക്കാർ പോലും ഇനി ഒരുപക്ഷെ BJP-യിലേക്ക് പോയേക്കാം എന്നൊരു സാധ്യതയാണ് സുഖേന്ദുദാ വരെ പറയുന്നത്. സുഖേന്ദുദാ. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു വലിയ ട്രാൻസ്ഫർമേഷൻ ഒരു മാസം കൊണ്ട് നടക്കണമെങ്കിൽ ഇത് BJP ഓർക്കസ്ട്രേറ്റ് ചെയ്തതല്ല. മറിച്ച് ആ ഒരു സംവിധാനത്തിനോട് അതിലുള്ള ആൾക്കാർക്ക് തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് TMC എന്ന് പറയുന്ന ഒരു സെറ്റപ്പായിട്ട് ഞങ്ങൾക്ക് പോകണമെന്ന് വലിയ താല്പര്യമില്ല എന്ന് അവർ തന്നെ തീരുമാനിക്കുകയാണ്. ആ സിറ്റുവേഷനിലേക്ക് വരുന്നു. തമിഴ്നാട്ടിൽ നോക്കൂ, ഒരു മാസം മുമ്പ് DMK എന്തായിരുന്നു, ഇപ്പോൾ DMK എവിടെ ഇരിക്കുന്നു? DMK ആർക്കും വേണ്ട. സ്റ്റാലിൻ വലിയൊരു പ്രതിപക്ഷ സ്വരമായിട്ട് നിന്നിരുന്നയാളിനെ ആൾക്കാർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുന്നു. AIADMKയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു അൺനോൺ എൻറ്റിറ്റിയെ ടെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് തമിഴർ ഒന്നാകെ പറയുകയാണ്. ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു ട്രാൻസ്ഫർമേഷൻ പല സ്ഥലങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ് പല പാർട്ടികളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എങ്ങനെ ഒരു വിഷയത്തിനെ എടുത്തിട്ട് ഇവർ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് പോകും? ആ പോകുന്ന സമയത്തായിരിക്കും ഇവിടെ എൻ്റെ കസേര വേറൊരുത്തിന് എടുത്തുകൊണ്ട് പോകും എന്നുള്ളൊരു ഭയം. ഈ ഭയം ഇല്ലാതെ ഇരുന്നെങ്കിൽ മാത്രമേ ഇത് സാധിക്കൂ. നിലവിൽ ആ ഭയം ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരേ ഒരു ഓപ്പോസിഷൻ പാർട്ടി കോൺഗ്രസ്സാണ്. രാഹുൽ ഗാന്ധി എവിടെ കറങ്ങി നടന്നാലും 100 ദിവസം ഇവിടെ ഇന്ത്യയിൽ ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കസേര എടുക്കാനായിട്ട് ആരും വരില്ല എന്നൊരു ഗ്യാരണ്ടി ഉണ്ട്. സേഫാണ്. പക്ഷേ ആ കിട്ടുന്ന ഒരു ആഡഡ് കുഷൻ ഉണ്ടല്ലോ, ആ ഒരു സപ്പോർട്ട്, ആ ഒരു ബഫർ സിസ്റ്റം, ആ സിസ്റ്റം ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇപ്പോൾ കോൺഗ്രസ് പ്ലാൻ ചെയ്താൽ ജന്തർ മന്ദറിൽ ഇതിനേക്കാൾ നല്ലൊരു പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി NSU വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് വിചാരിച്ചു കഴിഞ്ഞാൽ യുവാക്കളെ കൂട്ടി ചേർത്തുകൊണ്ട് അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അല്ലാത്ത എപൊളിറ്റിക്കൽ രീതിയിലത്തേക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ അത് ചെയ്യാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞത് എവിടെയാണോ അടിക്കേണ്ടത് ആ സ്ഥലത്താണ് അടിക്കേണ്ടത് എന്നുള്ള ബോധം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അക്യുമെൻ്റാണ്. അതില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ ഈ വടംവലി പോലെയാണ്. അപ്പുറത്തെ ആൾക്കാർ
എത്ര ശക്തിയായിട്ട് വലിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അവർ എത്രത്തോളം ദുർബലരാണോ അത്രയും എനിക്ക് ശക്തിയുണ്ട്. ഈ ബാലിയുടെ അവസ്ഥ പോലെ സത്യത്തിൽ ബി ജെ പിക്ക് ബാലിയുടെ അവസ്ഥയാണ്. അപ്പോൾ അവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരുടെ പകുതി സ്ട്രെങ്ത് അവർക്ക് കിട്ടുകയാണ്. കാരണം അവൻ്റെ കൂടെയുള്ള ആൾക്കാരെ അവന് തന്നെ നമ്പാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് ആ ഒരു കോൺട്രാസ്റ്റ് നമ്മൾ നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ബി ജെ പിയെ ഒപ്പോസ് ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളാണ്, അല്ലെങ്കിൽ പറ്റുന്ന വിഷയങ്ങളില്ല എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ആ വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്പോസിഷൻ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അത് ബി ജെ പിയുടെ പ്രശ്നവുമല്ല. അവരെ സംബന്ധിച്ചിടത്ത് ഓപ്പോസിഷനെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം അവർക്കില്ല. നഷ്ടം നമുക്കാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം വേണം. ഒരു നല്ല പോളിറ്റി ഇവിടെ വേണമെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്പോസിഷൻ വേണം. അൺഫോർച്ചുനേറ്റ്ലി അതില്ല. അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും കണ്ടിന്യൂസ് ടു ബി ദി എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. വിധി അദ്ദേഹത്തിന് അത് ബാധിക്കുന്നു കൂടിയില്ല. ഇല്ല, അദ്ദേഹത്തിനെ അത് ബാധിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം വേണ്ട. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇപ്പോൾ ഒരു പ്രൊട്ടസ്റ്റ് വരുന്നു, ഓക്കെ, ആ പ്രൊട്ടസ്റ്റിൽ പറയുന്ന മെയിൻ സ്ലോഗൻ എന്ന് പറയുന്നത് രാജ്യ താല്പര്യത്തിലുള്ളതാണ്. പക്ഷേ ആ പ്രൊട്ടസ്റ്റ് ഇറ്റ്സെൽഫ് ഒരു തമാശയായി മാറുകയാണ്. ഇവർ സീരിയസ് അല്ല എന്ന ചിന്ത ഉണ്ടാവുകയാണ് എങ്കിൽ സ്ലോലി ആൾക്കാർ അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഇന്നലെ ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നതിൻ്റെ തലേ ദിവസം കോക്രോച്ച് ജനതാ പാർട്ടിയോട് ആൾക്കാർക്കുണ്ടായിരുന്ന താല്പര്യം ഇന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി ഇല്ല. കാരണം നമ്മളവരെന്താ ചെയ്തതെന്ന് കണ്ടു. ആ കണ്ടിരിക്കുന്നതിനോട് നമുക്ക് യോജിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവിടെ വന്നിരിക്കുന്ന പല ആൾക്കാരും സെൽഫ് എക്സ്പോസ്ഡായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഇവർക്ക് കൊടുക്കുന്നൊരു സ്പേസ് ഉണ്ടല്ലേ, നല്ല ലെജിറ്റിമേറ്റ് ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരിക്കാം, യുവാക്കളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളൊരു ലീവേ കൊടുത്തിട്ട് ഇവരോടൊപ്പം നിൽക്കുന്നത്. പക്ഷേ ആ ഒരു റെസ്പോൺസിബിലിറ്റി, ആ ഒരു ഉത്തരവാദിത്വം റെസിപ്രോക്കേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എങ്കിൽ ആ ഒരു വിശ്വാസമൊക്കെ മാറും. ഇപ്പോൾ തന്നെ പല ആൾക്കാരും ഇന്ന് തന്നെ ഞാൻ പല സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടു, ഇത് അരാഷ്ട്രീയ ചിന്താഗതിക്കാരുടെ കൂട്ടായ്മയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബി ജെ പി എതിർക്കുന്ന ആൾക്കാർ പോലും ഇതിനെയും തള്ളി പറയുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ആർ സെർച്ചിങ് ഫോർ എൻ ഏബിൾ ഓപ്പോസിഷൻ വിച്ച് ഇസ് നോട്ട് ദെയർ. അത് കോൺഗ്രസിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നു. ഈ CJP കോക്രോച്ച് ജനതാ പാർട്ടിയിൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, അവര് അംബേദ്കറിന്റെ ചിത്രമുള്ള പുസ്തകവുമായിട്ടാണ് സമരത്തിന് വന്നത്. സമരം എന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല, അതിന് വന്നത്. മാത്രമല്ല അവരുടെ മുദ്രാവാക്യങ്ങളൊക്കെ നമ്മൾ ആസാദി തുടങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ തുടക്കത്തിൽ ഒരു പ്രതീക്ഷ, ഇവര് എന്തൊക്കെയോ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാക്കി വെക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അത് പരാജയപ്പെടുന്ന സമരം പോലെ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഈ അംബേദ്കറിന്റെ ചിത്രമൊക്കെ വെച്ചിട്ട് രാഷ്ട്രീയം സംസാരിക്കാൻ വരുന്ന ഒരു തലമുറയെ പ്രതിനിധീകരിക്കുമെന്ന് കരുതുന്നവരാണല്ലോ അവര്. പിന്നീട് എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത്? ശരിക്കും ഇവര് ഒരു തലമുറയെ പ്രതിനിധീകരിക്കുന്ന ആളുകളല്ലേ, അല്ലെങ്കിൽ ഇവർ വെറും സോഷ്യൽ മീഡിയ പാറ്റകൾ മാത്രമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒന്ന്, ആ മൂവ്മെന്റിന് ഒരു സെൽഫ് റെസ്പെക്ട് അതിന്റെ പേരിൽ തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. പാറ്റ എന്ന് പറയുന്നത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കാര്യം അല്ല. പാറ്റയിൽ എന്തൊക്കെയോ പോസിറ്റീവ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ആരും അതിനെ പ്രകീർത്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആനിമൽ അല്ല. അത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാവുന്ന ഒരു ഇൻസെക്റ്റ് അല്ല. ആൾക്കാരതിനെ ശല്യമായിട്ടാണ് കാണുക. അപ്പോൾ ഈ സിസ്റ്റത്തിനെ നശിപ്പിക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു പേരിൽ തന്നെയാണ് CJI പോലും അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ പേരിനെ സ്വീകരിച്ചുകൊണ്ട് മേഹു കോക്രോച്ച് എന്ന് അതിൽ അഭിമാന പുളകിതരായിട്ട് ആൾക്കാർ വരിക എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിനോട് നമുക്ക് മാനസികമായിട്ട് ചേർന്ന് നിൽക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് ഐ എം നോട്ട് എ കോക്രോച്ച്. ഞാൻ ഈ സിസ്റ്റത്തിനെ, ഈ സംവിധാനത്തിനെ നശിപ്പിക്കാൻ താല്പര്യപ്പെടുന്ന ആളല്ല. ഇത് ബെറ്റർ ആകണമെന്നും എനിക്കും നല്ലതുണ്ടാകണമെന്നും എനിക്ക് ഈ സിസ്റ്റത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നും ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈ നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സമൂഹത്തിനെ നശിപ്പിക്കാൻ പോകുന്നൊരു പാറ്റയല്ല. ആ ഒരു ചിന്ത ആൾക്കാർക്കുണ്ട്. അപ്പം നമുക്ക് മെൻ്റലി ഇതിനോട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഒന്നാമത്. രണ്ട്, ഇവർ ഈ അംബേദ്കറിനെക്കുറിച്ചും സംവിധാനത്തിനെക്കുറിച്ചും ഒക്കെ പറയുന്ന സമയത്ത് ഈ സംവിധാനം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഇവരുടെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസിൽ 5-ൽ 4 അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അംബേദ്കറിൻ്റെ ഏതെങ്കിലും ഒരു പുസ്തകമോ ചിത്രമോ എടുത്ത് കാണിച്ചുവെന്നോ ഞാൻ അംബേദ്കറിൻ്റെ ആശയങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ ആയില്ല. മറിച്ച് നിങ്ങളുടെ വിഷനിൽ അതുണ്ടാകണം. വിഷനിൽ അതില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അംബാനിയും അദാനിയും ഇന്ത്യയിൽ മാധ്യമ സ്ഥാപനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട, അവരുടെ മീഡിയ ലൈസൻസ് ഇമ്മീഡിയറ്റ്ലി കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് അംബേദ്കറിൻ്റെ ഏത് ആശയവുമായി ചേർന്ന് നിൽക്കുന്നതാണ് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് മറുപടി പറയും? അംബേദ്കർ പറഞ്ഞിട്ട് അദ്ദേഹം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഇരുന്നിട്ട് നമ്മൾ എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന നമുക്ക് വേണ്ടിയിട്ടുള്ള ഭരണഘടനയിൽ നമ്മൾ പറയുന്നത് സ്ഥിതി സമത്വമല്ലേ, എല്ലാ ആൾക്കാർക്കും തുല്യ അവസരമല്ലേ, ലെവൽ പ്ലേയിങ് ഫീൽഡ് കൊടുക്കുമെന്നല്ലേ. അപ്പോൾ അതിനകത്തിൽ ഏതെങ്കിലും ഒരുത്തിന് കാശുണ്ടായിപ്പോയി എന്ന് കരുതിയിട്ട് അവൻ ഈ പരിപാടി ഒന്നും ചെയ്യണ്ട എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനെ എങ്ങും പറയുന്നില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മാനസികമായിട്ട് നമുക്ക് പോലും ചിലപ്പോൾ താല്പര്യമില്ലാത്ത തരത്തിലുള്ള പല മാധ്യമ സ്ഥാപനങ്ങളുടെയും ലൈസൻസുകൾ താൽക്കാലികമായിട്ടെങ്കിലും റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ ആൾക്കാർ ഇവിടെ വാദിച്ചത് എന്താണ്? നമുക്ക് അവരുടെ ആശയത്തിനോടൊക്കെ വിയോജിപ്പ് കാണും, പക്ഷേ
അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അവകാശം ഇവിടെ ഉണ്ടാവണം. NDTV, പിന്നെന്താ ഈ ഫസ്റ്റ് പോസ്റ്റ്, മണി കൺട്രോൾ, CNN, News 18 ഇതൊക്കെ റൺ ചെയ്യുന്നതാണ് ഈ അംബാനി അദാനിയൊക്കെ. ഇതിലേതാണ് ആൻറ്റി നാഷണൽ? ഇതിലേതിനാണ് ഇന്ത്യ വിരുദ്ധ താല്പര്യങ്ങളുള്ളത്? ഏതാണ് ദേശവിരുദ്ധ താല്പര്യങ്ങളോടുകൂടി പ്രവർത്തിച്ച ആൾക്കാരിലേക്ക് വിഷം കുത്തിവെക്കുന്നത്? ഒന്നുമില്ല. അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ മാധ്യമങ്ങൾക്ക് ഒരു എഡിറ്റോറിയൽ പോളിസി ഉണ്ട്, അവരത് പ്രവർത്തിക്കുന്നു ഈ രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ച്. ഇനി അവർ ഏതെങ്കിലും രീതിയിൽ തെറ്റായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനെ ചലഞ്ച് ചെയ്യാനുള്ള ലീഗൽ അവന്യൂസ് ഇവിടെയുണ്ട്. അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്തിരിക്കുന്ന കോണ്ടന്റ് നിങ്ങൾക്ക് തൃപ്തികരമല്ല എങ്കിൽ അതിനെ അവിടെ തന്നെ ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് അതാണല്ലോ സംവിധാനം. നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് അതാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അതാണ്. പക്ഷേ ഈ അംബേദ്കറിൻ്റെ പുസ്തകം കയ്യിൽ വെച്ചിട്ട് ചില ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന ഭരണഘടനയല്ല കേട്ടോ, ഭരണഘടന സംവിധാൻ ഹേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആൾക്കാർ ഉയർത്തി കാട്ടുന്ന അംബേദ്കർ എഴുതിയ പുസ്തകങ്ങളാണ്. അപ്പോൾ ഭരണഘടന എന്താണ്, അംബേദ്കർ എഴുതിയിരിക്കുന്ന പുസ്തകം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വേർതിരിവ്, അതിൻ്റെ തിരിച്ചറിവ് പോലും ഇല്ലാത്ത ആൾക്കാർ വരെ ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമാകുന്നുണ്ട്. അപ്പോൾ ഇവർ ഇതെടുത്ത് വെച്ചിട്ട് കാണിച്ചിട്ട് അവർ അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഡിമാൻഡ്സ് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂവ്മെൻറ്റ് എങ്ങും എത്തിച്ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു മൂവ്മെൻറ്റിനും നമുക്ക് ഒരു ലീഡർഷിപ്പ് ഉണ്ടാവണം. ആ ലീഡർഷിപ്പ് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ കഴിയണം. നമ്മൾ തൊട്ട അയലക്കത്ത് വിജയെ നോക്കിയാൽ മതി. വിജയ്ക്ക് 100-ലധികം സീറ്റ് കിട്ടുന്ന സമയത്ത് ആരൊക്കെയാണ് വിജയുടെ 100 MLA-മാർ? അതൊരു 10 പേരുടെ 5 പേരുടെ പേര് നമുക്കറിയും. തമിഴ്നാട്ടിലുള്ള ആൾക്കാർക്ക് ഫെമിലിയർ ആണോ? അല്ല. അവർ ഓരോ സീറ്റിലും TVKയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുന്ന സമയത്ത് അവർ വിജയ്ക്കാണ് വോട്ട് കൊടുക്കുന്നത്. വിജയ് ഭരിക്കണം എന്ന് കരുതിയിട്ട് അവിടെ കാൻഡിഡേറ്റ് ഇമ്മെറ്റീരിയലാണ്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ജയിച്ചത് അതേപോലെ. അവിടുത്തെ ചില സ്ഥലങ്ങളിലെ കാൻഡിഡേറ്റ്സ് ഓർക്കുന്നുണ്ടാവും. ഏതോ മൊബൈൽ റിപ്പയർ ഷോപ്പ് നടത്തുന്ന ആളെയൊക്കെ പിടിച്ച് കാൻഡിഡേറ്റ് ആക്കിയിട്ടുണ്ട്. അവരൊക്കെ ജയിച്ചിട്ടുണ്ട്. അവരിതുവരെ രാഷ്ട്രീയം പറഞ്ഞു വന്നിട്ടല്ല. അയാളുടെ ജീവിതവൃത്തിക്ക് വേണ്ടിയിട്ട് എവിടെയോ പോയി ഒരു ഷോപ്പ് ഇട്ട് നടത്തുന്നു, അയാളെ സ്ഥാനാർത്ഥിയാക്കുന്നു, അയാൾ MLA ആകുന്നു. അയാൾ MLA ആകുന്നത് എന്തുകൊണ്ടാണ്? ആം ആദ്മി പാർട്ടി കേജ്രിവാൾ ഒരു മൂവ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്, ശരി നമുക്ക് പഞ്ചാബും പുള്ളിക്ക് കൊടുക്കണം എന്ന വോട്ടറുടെ ചിന്തയാണ്. എന്ന് വെച്ചാൽ ഏതൊരു മൂവ്മെൻറ്റിനെയും നയിക്കുന്നത് ഒരു ലീഡറാണ്. ആ ലീഡറിനാണ് ഇതിനെ ഒരു കൊഹീസീവ് യൂണിറ്റായിട്ട് നിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ കഴിയുന്നത്. ഇൻഡിവിജ്വൽസ് ഫെയിൽ ചെയ്തേക്കാം, പക്ഷേ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. ആ ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഫേസായിട്ട് നിൽക്കുന്ന ആളിൻ്റെ ഐഡിയോളജി എന്താണോ അതിനോടാണ് ആൾക്കാർ താതാത്മ്യപ്പെടുന്നത്. ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ വന്നു. അപ്പോൾ ആ സമയത്ത് ആൾക്കാർക്ക് അന്ന ഹസാരെയോടും അരവിന്ദ് കെജ്രിവാളിനോടും താല്പര്യം ഉണ്ടായിരുന്നു. 15 വർഷം തുടർച്ചയായിട്ട് ഡൽഹി ഭേദമായി ഭരിച്ച ഷീല ദീക്ഷിതിനെ പരാജയപ്പെടുത്തി കോൺഗ്രസിന് 0 സീറ്റ് കൊടുത്ത് അരവിന്ദ് കെജ്രിവാളിനെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ഡൽഹിയിലുള്ള ആൾക്കാർ തീരുമാനിച്ചത് എവിടെയെങ്കിലും മൈതാനത്ത് മീറ്റിംഗ് കൂടിയിട്ടല്ല. നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എന്നാൽ ഇത്തവണ കെജ്രിവാളിന് വോട്ട് കൊടുത്തേക്കാമെന്ന് അവിടുത്തെ വോട്ടേഴ്സ് കൂടുതലായിട്ട് തീരുമാനിച്ചിട്ടല്ല, മറിച്ച് ഓരോ ഹൗസ് ഹോൾഡിലും ആ തീരുമാനം ഉണ്ടാകുന്നു. അത് അടുത്ത അയൽവക്കക്കാരനോട് ചർച്ച ചെയ്തിട്ടല്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാര്യം എന്താണ്? ഇന്ത്യയിൽ മുഴുവൻ കറപ്ഷനാണ്, ഡൽഹി സെൻട്രിക്കായിട്ട് ഭയങ്കര കറപ്ഷൻ നടക്കുന്നു, നമുക്കിതിനെ ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓൾട്ടർനേറ്റീവ്സ് പോരാ, നമുക്ക് നല്ലൊരാൾ വേണം. ഹീ സീംസ് ടു ബി ഗുഡ്, ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കൊള്ളാം, ഇയാൾ ഇവിടെ പ്രതിഷേധവുമായിട്ട് നിൽക്കുന്നു, അന്ന ഹസാരെ പോലെ ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരാളിൻ്റെ പിന്തുണയുമുണ്ട്, എന്നാൽ ഇയാളെ എന്തുകൊണ്ട് നമുക്ക് ഒരു തവണ പരീക്ഷിച്ചുകൂടാ? ഈ ചിന്തയാണ്. ആ ചിന്ത കൊണ്ടാണ് ഭരണത്തിൽ വന്നതും കെജ്രിവാൾ പലതവണ അവിടെ മുഖ്യമന്ത്രിയായതും. അത് ഏതോ ഒരു സ്പോട്ടിൽ ഫെയിലാകുന്നു എന്ന് ആൾക്കാർക്ക് തോന്നിയപ്പോൾ ഇവർ വീണ്ടും മൈതാന മീറ്റിംഗ് കൂടിയിട്ടില്ല. അപ്പോൾ ആൾക്കാരെ എപ്പോഴും ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്നത് ലീഡറാണ്. ലീഡറിൻ്റെ ഗുണവും ദോഷവുമാണ് ഒരു മൂവ്മെൻറ്റിൻ്റെ വളർച്ചയും തളർച്ചയും. ഞാൻ നേരത്തെ പറഞ്ഞ മമതാ ബാനർജിയുടെ കേസ് ഇത് തന്നെയാണ്. മമതാ ബാനർജി സ്ട്രോങ് ആയിട്ട് അവിടുത്തെ ആൾക്കാർ കൊണ്ടുവന്നു. മമതാ ബാനർജിയെ വലിച്ച് താഴെയിട്ട് അവരെ തന്നെ തോൽപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നതും ബംഗാളികളാണ്. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേറെ ആൾക്കാരെ ബീഹാറിൽ നിന്ന് കൊണ്ടുപോയിട്ടല്ലല്ലോ, അവിടെയുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലീഡർഷിപ്പ് വാക്വം എന്ന് പറയുന്ന സാധനം ഈസ് ഫോർ റിയൽ. നമ്മുടെ നാട്ടിലുള്ള എല്ലാ പാർട്ടികളുടെയും മെയിൻ പ്രശ്നം ഇതാണ്. പക്ഷേ BJPക്ക് അത്രത്തോളം ഇല്ല. കാരണം BJPക്ക് സെൻട്രൽ ലീഡർഷിപ്പുണ്ട്, സ്റ്റേറ്റ് ലീഡർഷിപ്പുകളുണ്ട്. അത് വളരെ നല്ല രീതിയിലത്തേക്ക് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അവർക്ക് പവറുള്ള പല സ്റ്റേറ്റുകളിലും അവരൊരു സെക്കൻഡ് ലൈൻ ഓഫ് ലീഡർഷിപ്പിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുകളിലത്തെ ലീഡർഷിപ്പ് ഫേസ് ഔട്ട് ആകുന്ന സമയത്ത് നാച്ചുറലി ഇവർ ആ ഒരു പൊസിഷനിലേക്ക് വരാനായിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ്സിന് പോലും അതില്ല. കോൺഗ്രസ്സിന് ഇപ്പോൾ പല സ്റ്റേറ്റുകളിൽ CMs ഉണ്ട്, പക്ഷേ നമ്മൾ ആ രീതിയിലത്തേക്ക് ഒരു സക്സസറായിട്ട് ഒരാളിനെ കാണുന്നുണ്ടോ? രാഹുൽ ഗാന്ധിക്ക് ശേഷം രേവന്ത് റെഡ്ഡി ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞ ആ രീതിയിലത്തേക്ക് ഒരു ലീഡർഷിപ്പായിട്ട് അവരെ കൊണ്ടുവരാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. BJPയിൽ എൻലെസ് പോസിബിലിറ്റീസ് അവർ കൊടുക്കുന്നുണ്ട്. CPMൽ അങ്ങനെയാണ് കേട്ടോ. CPMന് നാഷണൽ ലെവലിൽ സ്ട്രെങ്ത് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നത് വരെ ഒരാൾക്ക് വരാവൂ എന്നൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് അനുവദിക്കുന്നുണ്ട്. പോളിറ്റ് ബ്യൂറോയിലേക്ക് ആളെ എടുക്കുന്നതിനാണെങ്കിലും ഒക്കെ
ലിമിറ്റഡ് സ്ഥലത്തെ ആ പാർട്ടി ഉള്ളൂ എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ അവർക്കുള്ളൂ. പക്ഷെ കോൺഗ്രസ് അങ്ങനെയല്ല, സമാജ്വാദി പാർട്ടി അങ്ങനെയല്ല, DMK അങ്ങനെയല്ല, ഒരു പാർട്ടി അങ്ങനെയല്ല. അപ്പോൾ നാളെ TVK എന്തായി മാറും എന്നുള്ളതിനെ പറ്റി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കോഴ്സ് കറക്ഷൻ ചെയ്യാനായിട്ട് ഇവർക്ക് കഴിയാത്തത് കൊണ്ടാണ് ഇവർക്ക് ഈ ജനങ്ങളുടെ എല്ലാ ആവശ്യം ഫലപ്രദമായിട്ട് പറയാൻ കഴിയാത്തത്. ആൾക്കാർ എപ്പോഴും ചിന്തിക്കുന്നത് എന്താ, നമുക്കൊരു സ്റ്റേബിൾ ഭരണം വേണം അല്ലേ, ഭരണം എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കണം, എങ്കിൽ മാത്രമേ കാര്യം കൃത്യമായിട്ട് പോവുകയുള്ളൂ. ഇതിനെക്കുറിച്ച് ആൾക്കാർക്ക് തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മാധ്യമങ്ങൾ പറയുന്ന അജണ്ടയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആൾക്കാർ ജയിക്കുന്നത്. ഇപ്പോൾ UP, പിന്നെ അതേപോലെ ഗുജറാത്ത്, ഈ സ്റ്റേറ്റുകളൊക്കെ തന്നെ BJPക്ക് ഭരിക്കണമെങ്കിൽ, അവിടെ നിന്ന് ലോക്സഭയിലേക്ക് നിറയെ സീറ്റുകൾ കിട്ടണമെങ്കിൽ മുസ്ലിംസിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ പറ്റും. ഇല്ല ഇല്ല. പക്ഷേ മൊത്തത്തിലുള്ള അജണ്ട എന്താണ്? നമ്മൾ BJPക്കെതിരെ കേൾക്കുന്ന അജണ്ട ഇത് മുസ്ലിം വിരുദ്ധ പാർട്ടി, ആന്റി മുസ്ലിമാണ്. പക്ഷേ നമ്മുടെ രാജ്ദീപ് സർദേശായി ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ പോയി ഈ സ്ട്രീറ്റുകളിൽ പോയിട്ട്, ഗ്രാമങ്ങളിൽ പോയിട്ട്, അവിടെ മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയയിലൊക്കെ പോയിട്ട് ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് UPയിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ബാബാജിക്കാണ് വോട്ടെന്ന് പറയുന്നത്. ബാബാജി എന്ന് പറഞ്ഞാൽ യോഗി ആദിത്യനാഥാണ്, ബാബാജിക്കാണ് വോട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ ക്യാപ്ചർ ചെയ്തിട്ട് എങ്ങോട്ടും പ്രസൻറ്റ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ലാർജർ നറേറ്റീവ് മാധ്യമങ്ങൾ സെറ്റ് ചെയ്തിട്ട് പോലും ആൾക്കാർക്ക് ഇതിനെ മറികടക്കാനായിട്ടുള്ള ഒരു നോളജ് ഉണ്ട്. ആ നോളജ് കൊണ്ടാണ് ആൾക്കാർ ഭേദവിവരാണ് എന്ന് തോന്നിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഭേദമെന്ന് തോന്നുന്നുകൊണ്ടായിരിക്കും പല സ്ഥലത്തും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് അല്ലേ. കഴിഞ്ഞ തവണ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BJP 240 സീറ്റ്സ് ഓൺ ഇറ്റ്സ് ഓൺ, അത്രേ ഉള്ളൂ. സ്വന്തമായിട്ട് 272 BJPക്കില്ല, 32 സീറ്റിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോഴും ആൾക്കാർക്ക് നേരത്തെ അതിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ താല്പര്യം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ട്രസ്റ്റ് അതേപോലെ കൊടുക്കാൻ പറ്റുന്ന വേബിൾ ഓപ്പോസിഷൻ ഇല്ല. അതുകൊണ്ടാണ് കോൺഗ്രസിന് 100 സീറ്റ് പോലും കിട്ടാതിരുന്നത്. അതിനെ ഒരു നേട്ടമായിട്ട് കോൺഗ്രസ് കരുതുന്നുണ്ട് എങ്കിൽ പിന്നെ ഹോപ്പ്ലെസ് ആണ്. വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ വർത്തമാനങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം.